ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു വെറൈറ്റി പുട്ടാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉണ്ടാക്കാൻ ഈസിയും കഴിക്കാൻ ഹെൽത്തിയുമായിരിക്കണം. പുട്ട് അതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്, കഴിക്കാൻ ഹെൽത്തിയുമാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ പരീക്ഷണം പുട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. 1 കപ്പ് സ്റ്റീംഡ് പുട്ടുപൊടിയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് വെക്കണം. വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കുപ്പിയിൽ ഡേറ്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡേറ്റ്സ് തന്നെ എടുത്തു. 10 ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ പുട്ടുപൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ്സിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ്സ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചിരകി വെക്കുക. ഇനി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച പുട്ടുപൊടിനെ ഒന്ന് കൈകൊണ്ട് തുരുതുരാന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കണം. പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിന് പകരം, നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളത്തിന് പകരം നല്ല ചൂടുള്ള അല്ലെങ്കിൽ ഇളം ചൂടിൽ പാലൊഴിച്ച് പുട്ട് കുഴച്ചെടുക്കാം കേട്ടോ. പുട്ടുപൊടി കുഴച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വെള്ളം ചേർത്ത് കുഴച്ചതുകൊണ്ട് തന്നെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച ഡേറ്റ്സിനെ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരിപ്പൊടിയായിട്ട് ചേർന്ന് ഡേറ്റ്സും പുട്ടിൻ്റെ മാവിൽ കുഴഞ്ഞു വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പുട്ടിൻ്റെ മാവായി കഴിഞ്ഞാൽ നമ്മൾ കുഴയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നല്ല തുരുതുരാന്ന് കൈ കൊണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. ചിരകി വെച്ച തേങ്ങയിലേക്ക് 1.5 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി സാധാരണ പുട്ട് ചുടുന്ന പോലെ നമ്മൾ തേങ്ങ പുട്ടുപൊടി വെച്ച് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് നിറച്ച് വെക്കാം. എനിക്കുള്ളത് കുക്കറിൽ വെച്ച് വേവിക്കുന്ന പുട്ടുകുറ്റിയാണ്. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ആവി വരുന്ന സമയത്ത് നമ്മൾ ഈ പുട്ടുകുറ്റീനെ കുക്കറിൻ്റെ വിസിലിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഡേറ്റ്സ് പുട്ട്. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആണ്, സൂപ്പർ ഹെൽത്തിയും ആണ്. ഈ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നുകൂടൊന്ന് ഹെൽത്തി ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, എന്നാലും ഒന്നുകൂടൊന്ന് ഹെൽത്തി ആക്കാമായിരുന്നു. അങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കുന്ന സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. നമ്മൾ ചിരകി വെച്ച തേങ്ങയിൽ പഞ്ചസാര ചേർത്തില്ലേ, ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. തേങ്ങ മാത്രം യൂസ് ചെയ്താൽ മതി, പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഡേറ്റ്സ് പുട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡേറ്റ്സ് പുട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളും റെഡിയാക്കി നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കാണാനും ആസ്വദിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. So guys, see you all in the next video. Thank you for watching my channel. Tata bye bye. See you.